ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ. നമുക്ക് പെട്ടെന്നൊരു കറി ഉണ്ടാക്കണമെങ്കിൽ എന്താണ് ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗ്ഗം? അതിന് പറ്റിയൊരു സാധനമാണ് തക്കാളി ചട്നി, അല്ലെങ്കിൽ തക്കാളി റോസ്റ്റ് ചെയ്തെടുത്തത്, താളിച്ചെടുത്തത് എന്നൊക്കെ പറയുന്ന ഈ തക്കാളി കറി. അപ്പോൾ വളരെ ഈസി ആയിട്ടും വളരെ ടേസ്റ്റി ആയിട്ടും വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് കേട്ടോ തക്കാളി കറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതിന് ആദ്യം തന്നെ വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിക്കാം, ചട്ടിയിൽ തന്നെ ഒഴിക്കണം. അതിന് ശേഷം പിന്നീട് കടുകിടാം. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളിയോ സവാളയോ ചേർത്ത് കൊടുക്കാം. ചുവന്നുള്ളി ചേർക്കുന്നതായിരിക്കാം കൂടുതൽ ബെറ്റർ. അതിനുശേഷം ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെളുത്തുള്ളിയും അതേപോലെ തന്നെ പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്ത് ഒരല്പം മഞ്ഞപ്പൊടിയും ചേർത്ത് കൊടുത്ത് ഏകദേശം ഒരു ബ്രൗണിഷ് കളർ ആകുന്നത് വരെയും നമുക്ക് ദൈവനെ ഒന്ന് നല്ലതുപോലെ ഇത് മൊരിയിച്ചെടുക്കാം. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയോ കാശ്മീരി മുളക് പൊടിയോ അല്ലെങ്കിൽ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന വറ്റൽ മുളകോ ഇതിലേതെങ്കിലും അങ്ങോട്ട് ചേർത്ത് അങ്ങോട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ മുളക് പൊടി ഇല്ലെങ്കിലും കുഴപ്പമില്ല, കാരണം തക്കാളി ചട്നിക്ക് അത് എങ്ങനെയാണെങ്കിലും അത് രുചികരം തന്നെയാണ്. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി, നാടൻ തക്കാളിയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്ററാണ് കേട്ടോ, കാരണം നാടൻ തക്കാളിക്കാണ് എപ്പോഴും ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ നമ്മളെടുത്തിരിക്കുന്നത് നാടൻ തക്കാളി തന്നെയാണ്. അതിനുശേഷം ഇതേപോലെ അങ്ങോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയൊക്കെ അങ്ങോട്ട് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് എല്ലാം ഇളക്കി ഒന്ന് യോജിപ്പിച്ച്, അതായത് മുളകും ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ എല്ലാ ഭാഗത്തേക്കും പിടിക്കുന്ന രീതിയിൽ അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് യോജിപ്പിച്ചതിന് ശേഷം നമുക്കിവനെ മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മാത്രം മതിയാവും. അത്രയ്ക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കാം, പക്ഷേ എങ്കിലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. ഒട്ടും വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല കേട്ടോ. വളരെ ഈസി ആയിട്ട് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ചോറിനും ചപ്പാത്തിക്കും പറ്റിയ ഏറ്റവും നല്ലൊരു വിഭവമാണ്. അപ്പോൾ എല്ലാ കുട്ടികളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടമാകും.